പൊതുവിൽ ആഗോള അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോകാൻ സഹായകരമായ നിലപാടാണ്. അത് സ്വാഗതാർഹമാണ്. ഇല്ല, അങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ കാര്യമില്ലല്ലോ. കാരണം ഇതിനകത്തൊരു പ്രതിഷേധിക്കേണ്ടതായ വിഷയം അത് രാഷ്ട്രീയം കാണുന്നവർക്കും സംഘടിതമായി ഇതിനെ സമീപിക്കുന്നവർക്കും മാത്രമേ അതിനകത്ത് വിവാദവും പ്രതിഷേധവും ഒക്കെ ഉണ്ടാക്കേണ്ട കാര്യമുള്ളൂ. മറിച്ച് ശബരിമലയോട് താല്പര്യമുള്ളവരും അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകൾക്കുമെല്ലാം ഈ വിഷയത്തിൽ ഒരേ അഭിപ്രായമാണുള്ളത്. ഇവിടെ രാഷ്ട്രീയം ഒരു വിഷയമല്ല. രാഷ്ട്രീയക്കാർ ഇതിനകത്ത് ആരും ഇടപെടുന്നുമില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചെടുത്ത സുപ്രധാനമായ തീരുമാനമാണ് ആളുകൾ അയ്യപ്പ സംഘം. സർക്കാർ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. അപ്പോൾ ആ നിലയിൽ സുഗമമായി നടത്താൻ സഹായകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന സംഘാടക സമിതി രൂപീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നേരത്തെ കേസ് വന്നപ്പോൾ തന്നെ ദേവസ്വം ബോർഡ് കൊടുക്കേണ്ട എല്ലാ രേഖകളും അവർ ഹാജരാക്കി നടത്തുന്നത് സംബന്ധിച്ച ഉദ്ദേശ ലക്ഷ്യങ്ങൾ കോടതിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇതുമായി മുന്നോട്ട് പോകാം എന്ന അനുമതി നൽകിയത്. അതുതന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഈ കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്ന അനുമതി നൽകി. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ തർക്കം ഉന്നയിച്ച വാദങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നുള്ളതും, അപ്പോൾ ആ ഉന്നയിച്ചവർക്കാണ് രാഷ്ട്രീയമുള്ളതെന്നും, ഇവിടെ ഇത് നടത്തുന്ന ദേവസ്വം ബോർഡിനോ അതിനെ സഹായിക്കുന്ന ഗവൺമെൻറ്റിനോ ഈ പ്രശ്നത്തിൽ രാഷ്ട്രീയമോ സംഘടിതമായ വീക്ഷണങ്ങളോ ഒന്നുമില്ല. എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ശബരിമലയോട് താല്പര്യമുള്ളവരും തീർത്ഥാടകർക്കുമെല്ലാം സുഗമമായ രൂപത്തിൽ ഭാവിയിൽ തീർത്ഥാടനം നടത്താനും ഇതൊരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഭാവനാസമ്പന്നമായ ഒരു വീക്ഷണവും ഇവിടെ പൊതുവിൽ അവതരിപ്പിക്കപ്പെടുന്നു. ഒപ്പം അതിൻ്റെ വികസനവും അതോടൊപ്പം തന്നെ ക്രൗഡ് മാനേജ്മെൻറ്റും എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ആരും രാഷ്ട്രീയം കാണേണ്ട ഒരു കാര്യമില്ല. എല്ലാവരും യോജിച്ചത് മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായമാണ് ഇപ്പോഴും ദേവസ്വം ബോർഡിനും ഗവൺമെൻറ്റിനും ഉള്ളത്. അവിടെ ആരെയും രാഷ്ട്രീയമായി വേർതിരിക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ 3000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഗമം നടത്താനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പോൾ രജിസ്ട്രേഷൻ വന്നപ്പോൾ 5000-ൽ പരം ആയി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ നിന്ന് എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്, കർണാടകത്തിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്, ആന്ധ്രാപ്രദേശിൽ നിന്നുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ഉത്തരപൂർവ്വ ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുണ്ട്. ഇതുകൂടാതെ വിവിധ വിദേശ രാജ്യങ്ങളിൽ ഇവിടെ വന്നു പോകുന്ന പ്രതിനിധികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വിവിധ സംഘടനകളുടെ പ്രതികളും എല്ലാം കൂട്ടിച്ചേർത്ത് എടുത്തപ്പോൾ ഏതാണ്ട് 5000-ൽ പരം രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞു. നമുക്ക് 3000 പങ്കെടുപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ മുൻഗണനാക്രമം അനുസരിച്ച് ദേവസ്വം ബോർഡ് കൂടി അവർ നേരത്തെ അനൗൺസ് ചെയ്തതുപോലെ തന്നെ കൃത്യമായി അതിൻ്റെ നോംസ് ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്തവരെ ഇവരെ അറിയിക്കും. ആദ്യം രജിസ്റ്റർ ചെയ്തവർക്ക് ആദ്യം പ്രാതിനിധ്യം കൊടുക്കും. ഒപ്പം സംഘടനകൾക്കും. ഇപ്പോൾ സ്ഥിരമായി ഇവിടെ വന്നു പോകുന്ന ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന വിധി അത് സ്വാഗതാർഹമാണ്. മുന്നോട്ട് പോകുന്നതിൽ പ്രചോദനം നൽകുന്നതാണ് സുപ്രീം കോടതിയുടെ ഈ വിഷയത്തിലുണ്ടായ നിലപാട് എന്നൊക്കെ പറയുകയാണ്. ഒപ്പം തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 5000 പേർ കടന്നിട്ടുണ്ട് രജിസ്ട്രേഷൻ. പക്ഷേ 3000 പേർക്ക് മാത്രമാണ് അനുമതി. അത് ആ തരത്തിലേക്ക് തന്നെ ക്രമീകരിക്കപ്പെടും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. സർക്കാർ എല്ലാ സഹായവും ചെയ്തു നൽകും. ശബരിമലയുടെ വികസനത്തിനായാണ്. ഇതിനെ ഒരു രാഷ്ട്രീയ പരിപാടിയായി കാണേണ്ടതില്ല എന്ന് ആവർത്തിക്കുകയാണ് ദേവസ്വം മന്ത്രി VN വാസവൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.